successful career in civil engineering and experience in tackling problems makes me confident that I'm the right guy for this job. That's a great answer, but I'm sorry, your sound and video aren't matching. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിർച്വൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെൽക്കം ടു 16th ഡേ ഓഫ് 30 days ഇന്റർവ്യൂ ക്രാക്ക് ചലഞ്ച്. ആദ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനകത്ത് ഒരു പ്രോപ്പർ ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനകത്ത് പ്രോപ്പർ ആയിട്ടല്ലേ നിങ്ങളുടെ ക്യാമറ ആൻഡ് മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നത് എന്നുകൂടെ ചെക്ക് ചെയ്യുക. വിർച്വൽ ഇന്റർവ്യൂവിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലത്തെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസോ ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബാക്കപ്പ് ഡിവൈസും കൂടെ കയ്യിൽ കരുതണം. വിർച്വൽ ഇന്റർവ്യൂവിന് ഏരിയ സെലക്ട് ചെയ്ത സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ഉള്ള ഏരിയ മാത്രം ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു ആളുകളുടെയോ മറ്റു ബാക്ക്ഗ്രൗണ്ട് നോയ്സോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് നിങ്ങൾ ചൂസ് ചെയ്തത് എന്ന കാര്യം കൂടെ ഉറപ്പുവരുത്തുക. നേരിട്ടുള്ള ഇന്റർവ്യൂവിന് പോകുന്നത് പോലെ തന്നെ വിർച്വൽ ഇന്റർവ്യൂവിലും ഫോർമൽ ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള വസ്ത്രധാരണം ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിവൈസിന്റെ സ്ക്രീനിൽ നോക്കിയല്ല ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. വിർച്വൽ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ബോഡി മൂവ്മെന്റ്സും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിർച്വൽ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾക്കൊരു താങ്ക്സ് ഇമെയിൽ അയക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ജോബിനോടുള്ള ഇൻട്രസ്റ്റും എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്.